കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ചേറായി മുതൽ ഏകദേശം 18 കിലോമീറ്റർ ഒരു 16-കാരൻ തൻ്റെ വീട്ടിലെ ഇന്നോവ എടുത്തുകൊണ്ട് ഒരു അഭ്യാസ പ്രകടനം റോഡിൽ നടത്തി. ഇതിൻ്റെ ഭാഗമായിട്ട് ബസ് കാത്തു നിന്ന ഒരു വയോധികയെയും അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയെയും ഇടിച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനകത്തിലെ ഈ വയോധികയുടെ നില അതീവ ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങളിൽ ഇടിക്കുകയും ചെയ്തു. നാട്ടുകാർ ഈ ഒരു വാഹനം പിന്തുടർന്നു നിന്ന് നിർത്താനുള്ള ശ്രമം നടത്തിയെങ്കിൽ പരാജയപ്പെട്ടു. പിന്നീട് പോലീസിൽ അറിയിക്കുകയും പോലീസുകാർ വന്ന് ഈ വാഹനം നിർത്തിച്ച് ഈ പയ്യനെ കസ്റ്റഡിയിലെടുത്തു. ഈ പയ്യൻ മാത്രമല്ല, ഇതേ പ്രായത്തിലുള്ള 2 പയ്യന്മാരും കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇവർക്കെതിരെ കർശനമായി നടപടിയെടുത്തു. അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും. ഈ 16-കാരന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് പിതാവിനെതിരെയാണ് നടപടി മൊത്തം. അതായത് RC ഓണർ പിതാവാണ്. അപ്പോൾ ഈ പിതാവ് ഈ പരിക്കേറ്റ എല്ലാ ആളുകൾക്കും പൂർണ്ണമായിട്ടുള്ള ചെലവ് കൊടുക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതും കൊടുക്കണം. ഈ വണ്ടി കൊണ്ട് ഇടിച്ച് മറ്റുള്ള വണ്ടികൾക്ക് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് അതും പരിഹരിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ ഇന്നോവയുടെ RC 1 വർഷത്തേക്ക് ക്യാൻസൽ ചെയ്തു. അതോടൊപ്പം തന്നെ ഈ 16-കാരന് ഇനി 25 വയസ്സ് വരെ ലൈസൻസിന് അപേക്ഷിക്കാനോ ലൈസൻസ് എടുക്കാനോ വേണ്ടി സാധിക്കത്തില്ല. ചില മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, ലൈസൻസ് ഇല്ല, എങ്കിലും ഈ വാഹനങ്ങൾ ഓടിക്കാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓടിക്കുന്നത് വളരെ അഭിമാനപൂർവ്വം കണ്ടിരുന്നുകൊണ്ട് അടുത്തിരുന്ന് യാത്ര ചെയ്യാറുമുണ്ട്. അപ്പോൾ ഈ പ്രായപൂർത്തിയാവാത്ത ഈ ലൈസൻസ് ഇല്ലാത്ത ആളുകൾ വണ്ടി ഓടിക്കുന്നത് ഒരു കുറ്റകൃത്യമാണെന്നുള്ള കാര്യം പല മാതാപിതാക്കൾക്കും ഇപ്പോഴും തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ പയ്യൻ്റെ പിതാവിന് നല്ല കാശുണ്ടായതുകൊണ്ട് അവൻ ഈ അഹങ്കാരം കാണിച്ചതല്ല, ഈ പണമൊക്കെ മുടക്കി എല്ലാം പരിഹരിച്ചു കൊടുക്കും. എന്നാൽ പാവപ്പെട്ട ആളുകൾ ചെറിയ വണ്ടികൾ, സ്കൂട്ടർ പോലുള്ള വണ്ടികളൊക്കെ ഓടിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അവരുടെ മക്കളൊക്കെ ഇങ്ങനെ ഓടിച്ച് പോകാറുണ്ട്. അങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ലൈസൻസ് ഇല്ലാതെ എന്തെങ്കിലും അപകടം ഉണ്ടാക്കി ആരെങ്കിലും മരിച്ചൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുടുംബം മുഴുവനും എഴുതി വിറ്റാൽ പോലും ആ നഷ്ടപരിഹാരം കൊടുത്തു തീർക്കാൻ വേണ്ടി സാധിക്കത്തില്ല.